മോൻജി മേഹും രാജൻ. രാവിലെ മോനെ വിളിക്കാൻ നോക്കുന്നതാ, പക്ഷെ കിട്ടണ്ടേ? അതെ, ഇവിടെ അടുത്തൊരിടത്തുന്ന പുകക്കുളി മുറി. അതെ അതെ, സ്റ്റീം ബാത്ത്. പിന്നെ സുഖ ചികിത്സയല്ലേ? മേനോനോ? മേനോൻ ഇവിടെ ഉണ്ട്. മോന്തക്കെല്ലാം ചെളിവാരി പൊത്തിവെച്ചോണ്ട് ഇവിടെ ഇരുന്ന് കൂർക്കം വലിച്ചുറങ്ങുക. പിന്നെ ക്ലബിലെ സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഒന്നും പേടിക്കണ്ട മോഹൻജി, ഞാനല്ലേ ഉള്ളേ. നമ്മൾ ഒരുമിച്ചൊരു കളി കളിക്കും. അങ്ങനെ നമ്മൾ അവനെ ഒതുക്കും. ഭരതനല്ല, അവന്റെ ഉപ്പാപ്പനെ നമ്മൾ ഒതുക്കിട്ടേ പോകത്തുള്ളൂ. ആറാം വാരിക്കിട്ട് 2 എണ്ണം കൊടുപ്പിക്കണം നമ്മുടെ പിള്ളേരെ കൊണ്ട്. അതെ അതെ, തക്കത്തിന് കിട്ടുമ്പോ മതി. നിർത്താടി കൊച്ചെ, സുഖം പിടിച്ചു വരുമ്പോഴാ അവിടെ ഒരു ഹലോ ഇവിടെ പറഞ്ഞതാ. എന്തായാലും അവൻ നമ്മളൊരു പൂക്കുച്ചലയും ചെയ്യാൻ പോണില്ല. മോൻജി, അവന്റെ തെളിവൊക്കെ ഇപ്പോ വെള്ളത്തിൽ വരച്ച് വര പോലെ ആയില്ലേ? ഇവിടെ ആരും ഒന്നും കേൾക്കുന്നില്ല. ഓക്കെ, അപ്പൊ വൈകിട്ട് കാണുന്നു. ഓക്കെ, റൈറ്റ്, ബൈ. അയ്യോ കഷ്ടം, ഓരോരോ തമാശകളെ. നല്ല സുഖം. എന്ത് പോക്കുന്നതാണോ കാണിച്ചേ? എന്താണ് കാണിക്കുന്നത്? സർ, അന്ന് കണ്ടപ്പോ ചോദിക്കാൻ വിട്ടുപോയ ചില ചോദ്യങ്ങളും. തേങ്ങാക്കൊല ഇറങ്ങി പോണോ? പ്രസാദ് സർ, ഇവനെ അറിയോ സർ? ആരാണോ ഇയാള്? ഒരു പക്ഷേ ഇയാളെ സാർ അമ്മയുടെ തേങ്ങാക്കൊല തനിക്ക് വട്ടുപിടിച്ചോ? പ്രസാദ്, ഈ ചിത്രം സാർ തിരിച്ചറിയും. തീർച്ച, there's every possibility. അങ്ങേക്കറിയില്ലേ സാർ ഇയാളെ? ആൻഡ് വാട്ട് അബൌട്ട് യു സർ? തന്റെ ഒരു മണി അമ്മയുടെ തേങ്ങാക്കൊല. പീഠങ്ങൾ അലങ്കരിക്കുന്ന 2 ഉന്നതന്മാർ, IG രാജൻ ഫെലിക്സ് and AIG Menon, with Mohan Thomas and 2 branded killers. കൊച്ചുനിക്കറുമൊക്കെ ഇട്ട് ഗോവ കടപ്പുറത്ത് സിനിമാ സ്റ്റൈലിൽ ചെത്തി നടന്നപ്പോ ഇതിൽ ഇങ്ങനെ ഒരു ഗുലുമാലിന് സ്കോപ്പ് ഉണ്ടെന്ന് രണ്ടാളും പ്രതീക്ഷിച്ചില്ല, അല്ലേ? ഫേറ്റ്, റാദർ ഇൽ ഫേറ്റ്. ആന്റണി എന്ന ടോണി സ്വയം വെടിവെച്ച് മരിച്ചു എന്ന് ഫോട്ടോ കാണിച്ച് ബോധ്യപ്പെടുത്തിയപ്പോ ഇവൾ, ടോണിയുടെ ഗേൾഫ്രണ്ട്, ഹരം പകർന്ന ഒരു ഒഴിവുകാലത്തിന്റെ മുഴുവൻ സ്മാരകങ്ങളും ആൽബത്തിൽ നിന്ന് പറിച്ചെടുത്ത് ഗോവ ക്രൈംസ് DIG സുരേഷ് കക്കോത്കറിന് വിറ്റു ഫോർ എ ഫാറ്റ് പ്രൈസ് ഓഫ് $10,000. തന്റെ ആ പീറ നാറ മഞ്ഞപത്രം ഉണ്ടല്ലോ, മറുപുറം, അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നുവെന്ന് മുമ്പ് താൻ അതിൽ എഴുതിച്ചപ്പോ തുറന്നു തരാൻ ഇങ്ങനെ ഒരു വഴി ദൈവം ബാക്കി വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല, അല്ലേടോ? കമോ, കൊല്ലിച്ചത് നിങ്ങളൊക്കെ ചേർന്നാണെന്നറിയാം. കൊന്നതാരാ? ജസ്റ്റിസ് മഹേന്ദ്രനെ, കോൺസ്റ്റബിൾ ഗോപിയെ, പിന്നെ ശ്രീലത വർമ്മയെ. പറയടോ, മോഹൻ തോമസ് നേരിട്ടോ അതോ വിൽഫ്രഡോ? ഞങ്ങൾക്കൊന്നും അറിയാൻ മേല. താനിങ്ങനെ ഊഹത്തിന്റെ പുറത്ത് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ കയറി അങ്ങോട്ട് കേൾക്കാൻ ഞങ്ങൾ അത്ര ഓപ്പന്മാരൊന്നുമല്ല. ഓഹോ, അപ്പൊ പറയാൻ ഉദ്ദേശമില്ല അല്ലേ? ഇല്ലയോ, താനൊന്ന് പറയിച്ചേ കാണട്ടെ. കണ്ട അണ്ടനെയും അടകോടനെയും ചെമ്മാനെയും ചെരുപ്പൂത്തിയെയും മാത്രമല്ല, നിന്നെ പോലുള്ള പരമ എരപ്പാളികളെ എടുത്തിട്ട് ചളുക്കാം ചങ്കൂറ്റുള്ള പോലീസുകാരന്. മനസ്സിലായോടോ? പറയടോ, എവിടെയുണ്ട് വിൽഫ്രഡ്? അവനെയും കൂടെ കിട്ടുന്നത് എനിക്കറിയില്ല. അല്ലല്ലേ ഭരത, മോഹൻജിൽ ഏതെങ്കിലും സംഘത്തിൽ കാണുമെന്നല്ലാതെ വിൽഫ്രഡ് എവിടെയുണ്ടെന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയില്ല. കർത്താവാണ് സത്യം.
ഇവിടുന്ന് ഞാൻ പുറത്തേക്ക് വിട്ടയച്ചാൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്? സത്യങ്ങൾ തുറന്നു പറയുമെന്ന് പേടിച്ച് മോഹൻ തോമസിനെ വേട്ടയാടുന്നത് നിങ്ങളെ ആയിരിക്കും, ഗോപിയെയും ശ്രീലതയെയും ചെയ്തതുപോലെ. സോ ഇനി നിങ്ങൾ രണ്ടാൾക്കും ഒറ്റ വഴിയേ ഉള്ളൂ, ശ്രീലതാ വർമ്മ ഒഴിവാക്കിപ്പോയ വഴി. മാപ്പ് സാക്ഷി. എന്താ വേണ്ടതെന്ന് നിങ്ങൾക്ക് തമ്മിൽ തീരുമാനിക്കാം. ഗെറ്റ് മീ? ഗുഡ്. കം.